സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ 3 വിക്കറ്റ് തെറിപ്പിച്ച RSS-BJP കൂട്ടുകെട്ടിന്റെ അടുത്ത ഇരയാര് കേരളത്തിൽ സജീവ ചർച്ചയാവുകയാണ്. ഈ അടുത്ത കാലത്ത് RSSകാർ തന്നെ കൊലയ്ക്ക് കൊടുത്ത തിരുമല അനിൽ എന്ന തിരുവനന്തപുരം നഗരത്തിലെ കൗൺസിലർ, അനന്തു എന്ന കോട്ടയത്തെ ഒരു IT ജീവനക്കാരൻ, കഴിഞ്ഞ ദിവസം തൃക്കണ്ണാപുരത്ത് ആനന്ദ് തമ്പി. ഇനി ആര് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. സാധാരണഗതിയിൽ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവർ അതിന്റെ പേരിലുള്ള പടലപ്പിണക്കത്തിന്റെ പേരിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്വന്തം അണികളെയും സ്വന്തം പ്രവർത്തകരെയും അവർ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ച കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. അതിന്റെ നമ്പർ 1 നിന്ന് പെട്ടെന്ന് 2 2 നിന്ന് 3 അധിക ദിവസം എടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ നമ്പർ കൂടാനാണ് സാധ്യതയെന്ന് പറയുന്നതും RSSനുള്ളിലെ ചില പ്രവർത്തകരാണ്. പലരും ആശങ്കയിലാണ്. ഈ മരണങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. തിരുമല അനിൽ, അദ്ദേഹം ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ എഴുതി വെച്ച കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മരണാനന്തര ചടങ്ങിൽ ഒരു RSSകാരനെയോ ഒരു BJPക്കാരനെയോ പങ്കെടുപ്പിക്കാനോ അവരുടെ 1 രൂപ അതിനുവേണ്ടി കൈപ്പറ്റാൻ പാടില്ല എന്നൊരു കാര്യം. തന്റെ കൗൺസിൽ ഓഫീസിൽ 1 മുഴം കയറിൽ അദ്ദേഹം ജീവനൊടുക്കുമ്പോൾ തന്റെ മരണത്തിന് കാരണക്കാർ RSSകാരും BJPക്കാരും ചേർന്ന് തന്നെ ചതിച്ചതാണ്. അതും തന്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള വനിതാ BJP കൗൺസിലർമാരും ഒപ്പം തന്നെ RSSകാരും ചേർന്ന് തന്റെ സ്വപ്നമായിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് യഥേഷ്ടം പണം തട്ടിച്ച ശേഷം തന്നെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയായിരുന്നു. തിരുമല അനിലും ജീവൻ ഒടുക്കുന്നതിന് മുന്നേ ആ പ്രസ്ഥാനത്തെ എത്രത്തോളം വെറുത്തു എന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് കോട്ടയത്തെ അനന്തുവിനെ കണ്ടത്. കേരളം ഞെട്ടിയൊരു വാർത്തയായിരുന്നു. ബാല്യം മുതൽ RSSകാരനായി ജീവിച്ച ഒരു യുവാവിന്റെ അനുഭവം കേട്ട് കേരളം ഞെട്ടിത്തരിച്ചു പോയി. ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ ആത്മഹത്യക്ക് മുന്നേ എന്തുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചൊരു വിശദീകരണം അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തു വെച്ചു ഇൻസ്റ്റഗ്രാമിൽ. അതായത് മരണത്തിന് ശേഷം മാത്രമേ എന്തിന് താൻ മരിച്ചു എന്നതിനെ സംബന്ധിച്ച് ജനം അറിയാവൂ എന്ന രീതിയിൽ ആ വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ കേരളം ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത കൊടിയ പീഡന കഥകളാണ് അനന്തുവിന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നത്. ശാഖകൾക്കുള്ളിലെ ചില പ്രമുഖന്മാരുടെ ദണ്ഡ് പരിശീലനം കുട്ടികളുടെ ദേഹത്താണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയായിരുന്നു. ആ ദണ്ഡ് പരിശീലനം കൊണ്ട് രോഗാതുരനായി മാറിയ ഒരു ചെറുപ്പക്കാരൻ ഒടുവിൽ തന്റെ വീഡിയോയിൽ പറയുകയാണ്, അച്ഛനോ സഹോദരനോ RSSകാരനാണെങ്കിൽ പോലും അവനെ നിങ്ങൾ മാറ്റി നിർത്തണമെന്നുള്ള വളരെ ശക്തമായിട്ടുള്ള വാക്കുകൾ ഈ സമൂഹത്തോട് പങ്കുവച്ചതിന് ശേഷം ജീവൻ ഒടുക്കുമ്പോൾ RSS ക്യാമ്പുകൾക്കകത്ത് നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് അനന്തുവിനെ നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ തൃക്കണ്ണാപുരം സ്വദേശിയായിട്ടുള്ള ആനന്ദ് തമ്പിയുടെ ആത്മഹത്യാ വിവരം പുറത്തേക്ക് വരുന്നത്. RSSകാരനായി ജീവിച്ചു മരിച്ച വ്യക്തി ഏറ്റവും ഒടുവിൽ ആത്മഹത്യാക്കുറിപ്പിൽ പറയുകയാണ്, തന്റെ ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും അവിടങ്ങളിൽ RSS-BJP പ്രവർത്തകരെ അടുപ്പിക്കരുത്, അത്രമാത്രം സാമദ്രോഹികളാണ് ഇവന്മാരെന്ന് പറയുമ്പോൾ RSSകാരനായി ജീവിച്ചു മരിച്ചൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായതിനു ശേഷം തനിക്ക് ആ രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും RSS എന്ന പൊട്ടക്കുളത്തിനകത്ത് വീണു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പിന്നീട് മോചനമില്ല. വേണമെങ്കിൽ ജീവൻ ഒടുക്കാം, സ്വയം അവസാനിക്കാം. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഏതു വിധേനയും ഇല്ലാതാക്കും, ഉന്മൂലനം ചെയ്യുമെന്നത് ആനന്ദ് തമ്പിയുടെ 2 ദിവസം മുന്നേ പുറത്തു വന്ന ശബ്ദരേഖയും പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആത്മഹത്യയും ആ കുറിപ്പും കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോ ഇനി അടുത്തത് ആരുടെ നമ്പർ? 4-ാം വിക്കറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വീണ്ടും തെറിക്കുമെന്ന് RSSകാർ തന്നെ പറയുന്നുണ്ട്. പലരും ആ രീതിയിൽ സമ്മർദ്ദം കൊണ്ടാണ് ജീവിക്കുന്നത്. ഇതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന മനുഷ്യരെ പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കാതെ അവിടെ ഇട്ട് ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള പരിശ്രമം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനം ഈ നാട്ടിൽ അതിൽ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. കേരളം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിപത്താണ് ശാഖയിലെ സംഘടനാ പ്രവർത്തനം, അല്ലെങ്കിൽ RSS ആശയം എന്ന് പറയേണ്ടി വരികയാണ്. തുടരെ 3 മനുഷ്യർ ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച് അതിനുള്ളിലുള്ളവർ തന്നെ ചതിച്ച് ഇല്ലായ്മ ചെയ്യുമ്പോൾ ആ സംഘടന അപകടകരമാണോ അല്ലയോ എന്ന് സമൂഹത്തിന് കൂടി ചിന്തിക്കേണ്ട സന്ദർഭമാണ്. മനുഷ്യന് വേണ്ടത് യുക്തിയാണ്, ചിന്താശേഷിയാണ്. എന്തുകൊണ്ട് തുടരെ 3 പേർ ഒരേ അഭിപ്രായം ഒരേ മാതൃകയിൽ പങ്കുവച്ച ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ 3 പേരുടെ അഭിപ്രായത്തിന് സമാന സ്വരമുണ്ട്. ആ സ്വരം നാട് കേൾക്കേണ്ടതുണ്ട്, അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിരോധമാകേണ്ടതുണ്ട് എന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്.